ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ഓഗസ്റ്റ് 12-ാം തീയതിയാണ്. അപ്പം ഇന്നത്തെ ഒരു ചാർട്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ചാർട്ടാണിത്. അപ്പം ഇന്നലെ ഞാൻ വരച്ച ഒരു സപ്പോർട്ട് ലൈൻ അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പം അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലോങ് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. കാരണം ഇന്നലെ നല്ലൊരു ബുള്ളിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ക്ലോസ് വന്നിരുന്നത്. പക്ഷേ ഇന്ന് ഓപ്പണായി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഇന്ന് മാർക്കറ്റിന് സാധിച്ചില്ല. അതുപോലെ തന്നെ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ 50 മിനിറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് നേരെ കംപ്ലീറ്റ് ആയിട്ട് റിവേഴ്സ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലൊക്കെ ഇപ്പം 50 മിനിറ്റ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ 10-15 നമുക്ക് ഒരു ഇപ്പം ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു എൻട്രി സെറ്റപ്പ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് ഓരോരുത്തർ ഏത് ടൈം ഫ്രെയിമിലാണ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ സെറ്റപ്പ് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഒരു കേസിൽ ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. ബ്രേക്ക് ചെയ്യാണ്ട് മാർക്കറ്റ് നല്ല ഡൗൺ അടിച്ചു. അപ്പം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇത് ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തൊരു ലെവലാണ്. ഈ ഒരു ലെവലിന് താഴേക്ക് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ബെയറിഷ് ആയി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഇവിടുന്നെങ്കിലും സപ്പോർട്ട് എടുത്താലാണ് വീണ്ടും ഒരു ലോങ് എന്നുള്ള ഒരു കണ്ടീഷനും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പം ഇന്ന് ഇവിടെ മാർക്കറ്റ് ഡൗൺ വന്ന് ഒരു പുൾ ബാക്ക് എടുത്ത് ഈ ഒരു ലെവലിൽ നിന്ന് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഡൗൺ അടിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അതായത് ഇന്നലെ നല്ല ഒരു ബുള്ളിഷ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്ത് അല്ലെങ്കിൽ ഇന്ന് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന ആ ഒരു ബുള്ളിഷ്നെസ് ഇന്ന് മാർക്കറ്റ് വീണ്ടും ഒരു ബെയറിഷ് ഇതിലേക്ക് പോയി. കാരണം ഇന്നലെ ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ അതിനൊരു ഫോളോ ത്രൂ കിട്ടുമെന്നുള്ള രീതിയിലാണ് ഇന്നലത്തെ ഒരു ഡെയിലി ക്യാൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അത് നേരെ റിവേഴ്സായി. അപ്പം ഇന്ന് നേരെ നമുക്ക് മോർണിംഗ് ഓപ്പൺ ആയത് മുതൽ നല്ല ഒരു സെൽ ഓഫ് തന്നെയാണ് ഇന്ന് കിട്ടിയത്. അപ്പം നിഫ്റ്റീൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി കുറച്ചും കൂടി സ്ട്രോങ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ച് ഇപ്പം നിഫ്റ്റീൻ്റെ കേസിൽ ഈ ഒരു ലെവലിനെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ ഒരു ലെവൽ അടുത്തൊരു ലെവൽ വരെ പോകാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. അവിടുന്ന് സെൽ ഓഫ് വന്നു. വീണ്ടും ഒന്നും കൂടി ട്രൈ ചെയ്തു. വീണ്ടും അത് ഫെയിലായി. പുൾ ബാക്ക് എടുത്ത് വീണ്ടും മാർക്കറ്റ് ഡൗൺ അടിച്ചു. ഈ ഒരു കേസിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോകാൻ താഴേക്ക് നിഫ്റ്റി പോയിട്ടില്ല. അപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിൽ കുറച്ചും കൂടി ബെയറിഷ് ആയിട്ടാണ് ക്യാൻഡിൽ ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റി ഈ ഒരു ലെവലിലാണ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരുന്നെങ്കിലും മുകളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വെച്ചിട്ടാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് വന്നിരിക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെവൽ ഞാൻ ഇന്നലെ വരച്ച ആ സെയിം സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈനിൽ അതെങ്ങനെ ഇന്നത്തെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 2 ചാർട്ടും എടുത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു അല്ലെങ്കിൽ നാളത്തെ ഒരു ലെവൽസ് ഇന്നത്തെ ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. അപ്പോൾ ഡേ ക്യാൻഡിൽ ഇവിടെ നമുക്കൊരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് ഇന്നലെ ഞാൻ വരച്ച സെയിം ലെവൽ തന്നെയാണ്. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലത്തെ ക്യാൻഡിലിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ലോങ് നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ബാർ ആയിരിക്കും എന്ന് ഉറപ്പായിരുന്നു. അപ്പം ഇന്ന് ഇത് ബ്രേക്ക് ചെയ്യാണ്ട് നിന്നപ്പോൾ തന്നെ താഴേക്ക് ഈ ഒരു ലോ കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് അത്രയും നല്ല ഡൗൺ അടിച്ചാൽ മാത്രമേ ഈ ലോ കട്ട് ചെയ്യുള്ളൂ എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഒന്നെങ്കിൽ ലോങ് ആയിരിക്കാം അല്ലെങ്കിൽ ഇതൊരു ഇൻസൈഡ് ബാർ ആയിട്ട് തന്നെ വരിക എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് അത് എൻഗൾഫ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിൽ നല്ല രീതിയിൽ ഇന്നലെ മാർക്കറ്റ് കയറി അത്രയും തന്നെ ഇന്ന് സെല്ലേഴ്സ് അത് സെല്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പം നാളത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ക്ലോസ് ചെയ്തപ്പം ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു ബുള്ളിഷിലേക്ക് ഒന്ന് മാർക്കറ്റ് പോസ് ആയി എന്ന് നമുക്ക് പറയാമായിരുന്നു.
പക്ഷേ ഇന്നത്തെ ഒരു ക്യാൻഡിലും ഫോർമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒരു മാർക്കറ്റ് ആ ഒരു കണ്ടിന്യൂഷൻ തന്നെ, ഒരു ഡൗൺ കണ്ടിന്യൂഷൻ തന്നെയായിട്ടാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പം ഒരു ബെയറിഷിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ട്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫർദർ ഒരു നല്ലൊരു ഡൗൺ മൂവ് തന്നെ പോകാനാണ് ചാൻസ് കൂടുതലും. ഈ ഒരു ലെവൽ നാളെ ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ഈ ഒരു ഇൻസൈഡായിട്ട് തന്നെ ക്യാൻഡിൽ നിൽക്കാനുള്ള ചാൻസാണ് കൂടുതൽ ഉള്ളത്. അപ്പം നാളെ ഇപ്പം ഇന്നലെ പറഞ്ഞു ലോങ് അല്ലെങ്കിൽ ഇൻസൈഡ് ബാർ എന്നുള്ള പാറ്റേൺ. പക്ഷേ നാളത്തെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഗ്യാപ്പ് ഡൗൺ ആയി ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുക, ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഇവിടെ ഓപ്പൺ ആയി ഒരു ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഷോർട്ട് അടിക്കുകയാണെങ്കിലും നമുക്ക് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ, അതായത് ഇപ്പം നല്ല ഡൗൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനൊരു കണ്ടിന്യൂഷനായിട്ട് തന്നെ നമുക്കതിനെ കരുതാം. അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഡേ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റീൻ്റെ കേസിൽ പറയാൻ പറ്റുക. ഇപ്പം നിഫ്റ്റീൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഈ ഒരു റേഞ്ച് ഇന്നലത്തെ ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തിരുന്നു. പക്ഷേ ബ്രേക്ക് ചെയ്താലും അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. അവിടെ നല്ല റിജക്ഷൻ വന്ന് ഒരു പിൻബാറായിട്ടാണ് ഇന്ന് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇതിൻ്റെ ഒരു 50% വരെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിഫ്റ്റി നാളെ ഒരു നിഫ്റ്റീൻ്റെ ഓവറോൾ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷായിട്ട് തന്നെയാണ് ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. അപ്പോൾ ഒരു പിൻബാറാണ്. ഇതിനൊരു താഴെ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തൊരു ഫോളോ ത്രൂ ആണെങ്കിൽ വീണ്ടും നിഫ്റ്റിയും ഒരു ബെയറിഷായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ലോങ് പോകാനായിരുന്നെങ്കിൽ ഇതൊന്ന് സസ്റ്റെയിൻ ചെയ്ത് ലോങ് പോകുമായിരുന്നു. പക്ഷേ ഇത് ഉള്ളിൽ വന്ന സ്ഥിതിക്ക് നമ്മുടെ ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്ന ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ചാൻസ്. ഇതാണ് ഒരു ഡേ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ചാർട്ടാണ്. അപ്പോൾ ഇന്ന് ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലിൽ നമുക്കൊരു നാളത്തെ ഒരു സപ്പോർട്ട് സോണായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് സോൺ മെയിനായിട്ട് വരുന്നത് ഈ ഒരു ഡബിൾ ബോട്ടം വന്നിരിക്കുന്ന ഏരിയ ആണ്. ഇത് നമുക്ക് ചാർട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്നും നോക്കാണ്ട് തന്നെ ചാർട്ട് നോക്കിയിട്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സോൺ ആണ്. ഇനിയിപ്പം ഒരു റെസിസ്റ്റൻസ് സോൺ നോക്കുകയാണെങ്കിൽ ഇത് മെയിനായിട്ട് വരുന്ന ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഇന്നത്തെ ഒരു ഹൈ പോയിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ ഇപ്പം പുട്ട് റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ട്രൈക്കിലും തന്നെ പുട്ട് റൈറ്റിംഗ് അല്ല, എല്ലാ സ്ട്രൈക്കിലും തന്നെ നല്ല കോൾ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഏത് സ്ട്രൈക്ക് പ്രൈസിൽ എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല കോൾ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ പുട്ട് റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇപ്പം ആകെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 24,000ലാണ് ഒരു നല്ല പുട്ട് റൈറ്റിംഗ് നടക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഈ 24,000ലാണ്, 24,400ലാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് മെയിനായിട്ട് നല്ല പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്ന രണ്ട് സ്ട്രൈക്ക് പ്രൈസ്. അതായത് മുകളിലേക്ക് പോകുമ്പോൾ ഓരോ ലെവലിലും നമ്മൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഓരോ ലെവലിലും നല്ല കോൾ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ OA ചേഞ്ച് നോക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും എല്ലാ സ്ട്രൈക്ക് പ്രൈസിലും കോൾ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ ഉള്ള പുട്ട് റൈറ്റിംഗ് എല്ലാം അൺവൈൻഡ് ചെയ്യാണ്. അപ്പം സപ്പോർട്ട് എന്ന് പറയുന്നത് വീക്ക് ആവുകയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആവുകയും ചെയ്യുന്ന ഒരു ഇതാണ് നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു 24,400 എന്ന് പറയുന്ന നമ്മളെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ വെച്ചിട്ടും ഈവൻ ചാർട്ട് വെച്ചിട്ട് നമുക്കറിയാം 24,400 എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ്. ഇപ്പോൾ പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കൂടുതലുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് ആണ് 24,400 എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത് ഈ ഒരു ലെവലിലാണ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഈ ഫ്ലാറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ ആണെങ്കിൽ പോലും ഈ ഒരു ലെവൽ വരെയെങ്കിലും ഈ ഒരു ലെവലിൽ നിന്നെങ്കിലും നമുക്കൊരു സപ്പോർട്ട്, അതായത് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ പോലും ലെവലിൽ നിന്നെങ്കിലും സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മാർക്കറ്റ് ഒരു ലോങ്ങിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് മാർക്കറ്റിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലെവല്
പക്ഷേ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് നോക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലോങ് എന്നുള്ള ഒരു സെൻറ്റിമെൻറ്റ് മാറുകയാണ്. അപ്പം ഈ ഒരു റേഞ്ചും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ബെയറിഷിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ലോങ് നോക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം മാക്സിമം നമുക്ക് ഇപ്പം ഞാൻ ലോങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് ആണ്. ഇപ്പം 1 മിനിറ്റിലോ 3 മിനിറ്റിലൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ലോങ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്നവർക്ക് ഉള്ള ഒരു രീതിയിലുള്ള ഒരു സെറ്റപ്പ് അല്ല ഞാൻ പറയുന്നത്. ഇൻട്രാഡേ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ലോങ് മൂവ് നമുക്ക് കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു നല്ലൊരു മൂവ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഓരോ ലെവലിൽ നിന്നും ഇപ്പം 24,600 എന്നാണെങ്കിലും നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഏരിയ ആണ് ഈ 24,600 24,700 ഒക്കെ. അപ്പം മുകളിലേക്ക് പോകുമ്പോൾ ഓരോ ലെവലും നമുക്ക് അത്ര സ്മൂത്ത് ആയിട്ട് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ താഴേക്കാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രീ ഫോള് താഴേക്ക് കിട്ടും. കാരണം ഇവിടെ 2-3 ദിവസമായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉണ്ടാവും. ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൂവ് നമുക്ക് താഴേക്ക് കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് മാക്സിമം നമുക്കിപ്പോൾ നാളെ നോക്കാൻ പറ്റുന്ന പോസിബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ്. ഗ്യാപ്പ് അപ്പോ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ ആണെങ്കിലും നമുക്ക് ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് ഇപ്പോൾ ലോങ് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല മൂവ് തന്നെ കിട്ടും. പക്ഷേ ഇപ്പം മാർക്കറ്റ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടാണ് ഉള്ളത്. അപ്പം നാളെ ഇപ്പോൾ ഓപ്പൺ ആയി ഈ ഒരു ലെവലിൽ നിന്നൊക്കെ സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ ഒരു പോസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ലോങ് സെൻറ്റിമെൻറ്റ് നമുക്ക് ഉണ്ട് എന്ന് പറയാം. അത് ഈ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ പോലും ഈ ലെവലിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലോങ് നോക്കാം. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് നോൺ ട്രേഡ് സോൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു മൂവ് താഴേക്കും കിട്ടും. അതല്ല ഇപ്പം നമുക്ക് വേറൊരു പോസിബിലിറ്റീസ് തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് താഴേക്ക് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ആ ഒരു എൻട്രി കുറച്ചും കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവൽ വരെയൊക്കെ നമുക്ക് കയറാനും പറ്റും. അപ്പം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഷോർട്ട് നോക്കുന്നതാണ് നല്ലത് ലോങ് നോക്കുന്നതിനേക്കാളും. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും താഴേക്ക് കിട്ടും. ഇവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്നെങ്കിലും സപ്പോർട്ട് എടുത്ത് പോയാൽ മാത്രമേ നമുക്ക് ലോങ് നോക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള നിഫ്റ്റിയുടെ കണ്ടീഷൻസ് നാളെ വരാനുള്ളത്. അപ്പം മുകളിലേക്ക് പോകുമ്പോൾ ഞാൻ എല്ലാ റെസിസ്റ്റൻസ് സോണും വരയ്ക്കുന്നില്ല. മുകളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോ സ്ട്രൈക്ക് പ്രൈസിൽ നല്ല കോൾ റേറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം നാളെ ഇപ്പം ഓപ്പൺ ആയി കഴിഞ്ഞ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേറ്റ് നോക്കുമ്പോൾ അൺവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നല്ല മൂവും കിട്ടും. കാരണം ഓരോ സ്ട്രൈക്ക് പ്രൈസിലും നല്ല കോൾ റേറ്റിംഗ് ഉള്ളത് കൊണ്ട് അവിടെ ഇപ്പം മാർക്കറ്റ് നല്ല ബയേഴ്സിൻ്റെ കൺട്രോളിലേക്ക് വരികയാണെങ്കിൽ ഓരോ സ്ട്രൈക്ക് പ്രൈസിലും ഷോർട്ട് കവറിങ് വരുന്നത് കൊണ്ട് നല്ല മൂവും കിട്ടും. അപ്പം അത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓവറോൾ ഒരു മാർക്കറ്റ് ബെയറിഷായി നിൽക്കുന്നത് കൊണ്ട് മുകളിലേക്ക് പോകുന്നതിനേക്കാളും താഴേക്ക് വരാനുള്ള ചാൻസാണ് കൂടുതലുള്ളത്. ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ 50 മിനിറ്റ്സ് ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ നോക്കുകയാണെങ്കിൽ ഇന്നലെ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ആയിരുന്നു. ഇന്ന് ആ പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എൻഗൾഫ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാർക്കറ്റ് ഡൗൺ അടിച്ച് വന്നു. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് ഈ ഒരു ലെവലിനെ നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ്. അതുപോലെ തന്നെ മുകളിലേക്കാണെങ്കിൽ ഇന്നത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണുമാണ്. കാരണം ഇത് ഇന്നലത്തെ ഒരു ഹൈ ആയിരുന്നു, ഇത് ഇന്നത്തെ ഒരു ഹൈ ആണ്. അതേ സോണായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇപ്പം ബാങ്ക് നിഫ്റ്റീൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിലും കോൾ റേറ്റിംഗ് ആണ് കൂടുതലുള്ളത് പുട്ട് റേറ്റിങ്ങിനേക്കാളും.
OI ചേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കോൾ റേറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. പുട്ട് റേറ്റിംഗ് വളരെ കുറവാണ്. അപ്പം വളരെ കുറവാണെന്ന് വെച്ചാൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള പുട്ട് റേറ്റിംഗ് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ കോൾ റേറ്റിംഗ് എല്ലാ സ്ട്രൈക്കിലും തന്നെ നല്ല കോൾ റേറ്റിംഗും വന്നിട്ടുണ്ട്. അപ്പം ഈവൻ ഞാൻ നിഫ്റ്റീൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിലും ഓരോ സ്ട്രൈക്ക് പ്രൈസിലും നമ്മൾ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് സ്മൂത്ത് ആയിട്ടുള്ളൊരു അപ്പ് മൂവ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ തിരിച്ച് താഴേക്കാണെങ്കിൽ നല്ല ഒരു ഷോർട്ട് മൂവ് നമുക്ക് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ കാരണം ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമുക്ക് നല്ല മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ഒന്നും താഴെ ഇല്ല. ഇപ്പോൾ 55,000 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ മെയിൻ ആയിട്ട് വരുന്നൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ 54,500 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 54,000 അല്ലാണ്ട് ബാക്കിയുള്ള സ്ട്രൈക്ക് പ്രൈസിലൊക്കെ വളരെ ചെറിയ പുട്ട് റേറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളൂ. അപ്പം നാളെ മാർക്കറ്റ് ഓപ്പണായി എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ഒക്കെ മാർക്കറ്റ് ഓപ്പണായി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റയും കൂടി വെച്ച് നമുക്ക് നാളത്തെ ഒരു മൂവ് ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ലൈവിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു സപ്പോർട്ട് സോണും ഇത് നല്ലൊരു റെസിസ്റ്റൻസ് സോണുമാണ്. ഈ ഒരു ഞാൻ പറഞ്ഞ മുകളിലേക്ക് പോകുന്ന ഓരോ ലെവലെന്ന് പറയുന്നതും നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത് 54,500 എന്ന് പറയുന്നത്. അപ്പം നാളത്തെ പോസിബിൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇന്ന് ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിലാണ്. ഇപ്പം ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ആവുന്നത് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും ഈ ഒരു ലെവലിൽ നിന്നെങ്കിലും ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാണ്ട് ഇവിടെ നിന്നെങ്കിലും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ലോങ് ഒക്കെ നമുക്ക് നോക്കാം. ഇൻട്രാഡേ ചെയ്യുന്നവർക്കൊക്കെ ചെറിയ ഒരു ലോങ് ഒക്കെ നോക്കാം. പക്ഷേ ഈ ഒരു റേഞ്ച് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉള്ളത് നല്ല ഡൗൺ മൂവിനുള്ള ചാൻസ് ആണ്. അപ്പം പിന്നെ ഷോർട്ട് എൻട്രി ആണ് നമുക്ക് നോക്കാൻ പറ്റുക. അപ്പോൾ ഒരിക്കലും ഇവിടെ കയറിയിട്ട് ഷോർട്ട് എടുക്കുന്നതിനേക്കാളും ഈ ഒരു ലെവൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ആയി അവിടെ നിന്ന് നമ്മൾ ഷോർട്ട് എടുക്കുന്നതിനേക്കാളും ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത്, കാരണം ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവൽ ആയതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു സെക്കൻഡ് കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ, അപ്പോൾ ഓരോരുത്തരുടെ സെറ്റപ്പ് അനുസരിച്ച് എടുക്കാം. ഞാൻ സാധാരണ നോക്കാറുള്ളത് ഒരു ഡബിൾ കൺഫർമേഷൻ കിട്ടിയിട്ട് കയറുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ എപ്പോഴും അത് സാധിക്കണമെന്നില്ല, ചിലപ്പോൾ നമുക്ക് എൻട്രി മിസ്സാവുകയും ചെയ്യും. അപ്പോൾ ഈ ഡൗണിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്, ഈ ഒരു ലെവലിന് ഡൗൺ അടിച്ച് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ ഒരു പുൾ ബാക്ക് എടുത്ത് ഈ ലെവലിന് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുകയാണെങ്കിലും നമുക്ക് നല്ല ഒരു ഡൗൺ നോക്കാം. അപ്പം ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഈ ഒരു ലെവലിന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലോങ് നോക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴെ ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് നോക്കാം. അപ്പം ഇതാണ് നാളത്തെ സിമ്പിളായിട്ടുള്ള ഇതാണ്. കാരണം ഇന്ന് ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു ലെവലിൽ തന്നെയാണ്. അപ്പം വേറെ നമ്മൾ റേഞ്ചൊന്നും ഇതിൽ നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് മെയിനായിട്ട് വരുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറയുന്നത്. താങ്ക് യു.